നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി സ്വീകരിക്കുന്ന പല നയങ്ങളും കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം വീക്ഷിക്കുകയും അത് രാജ്യത്ത് മുഴുവനായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ രേവന്ത് റെഡ്ഡി തൻ്റെ 1 മാസത്തെ ശമ്പളം നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് നൽകി മാതൃകാപരമായ നടപടി എടുത്തിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും നിയമസഭാ പ്രതിനിധികൾക്കും അത്തരത്തിൽ ഉള്ള രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ബാധകമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ്. രേവന്ത് റെഡ്ഡി അങ്ങനെ ചെയ്തതോടുകൂടി തെലങ്കാനയിലെ മറ്റ് മന്ത്രിമാരും അതുപോലെ അവിടെയുള്ള നിലവിലെ കോൺഗ്രസ് MLA-മാരും ഇതേ പാത സ്വീകരിക്കുകയാണ്. കൃത്യമായും ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി രേവന്ത് റെഡ്ഡി ആവിഷ്കരിച്ച ഒരു പ്ലാനാണ് കൃത്യമായും കർണാടക സർക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരണത്തിലുള്ള ഹിമാചൽ സർക്കാരും അതിനു വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിൻ്റായി കണക്കാക്കിയത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതേ വഴിയെ പോകുകയാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് കൃത്യമായും സംഭാവന നൽകുന്ന ഒരു മെസ്സേജാണ്, കൃത്യമായും ഒരു ആശയമാണ്. അത് രാജ്യത്തുടനീളം കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും MP-മാരും MLA-മാരും ജനപ്രതിനിധികൾ മുഴുവനും ദേശീയ പ്രതിരോധ ഫണ്ടിലേക്ക്, നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് കൃത്യമായും അവരുടെ വിഹിതം 1 മാസത്തെയെങ്കിലും ശമ്പളം നൽകുക എന്നൊരു സന്ദേശം രേവന്ത് റെഡ്ഡി കുറിച്ചിരിക്കുകയാണ്. പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ BJP സർവ്വവ്യാപകമായി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മാതൃകാപരമായിട്ടുള്ള കാര്യം. ഇതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല എന്ന് BJPക്ക് നന്നായി അറിയാം. കാരണം അവരുടെയൊക്കെ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ജാതിയുടെ വേർതിരിവ് നടത്തുന്നത് കൃത്യമായും മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിൽ ഇതൊരു ഫോർ റീച്ചിങ് ഇഫക്റ്റിന് വേണ്ടിയുള്ള ശ്രമമാണ് രേവന്ത് റെഡ്ഡിയെ പോലുള്ളവർ നടത്തുന്നത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ രേവന്ത് റെഡ്ഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ചുരുങ്ങിയ കാലയളവിലാണ് ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം കോൺഗ്രസ് തെലങ്കാനയിൽ അധികാരത്തിലേക്ക് വന്നത്. രേവന്ത് റെഡ്ഡി എന്ന തെലങ്കാനയിലെ PCC അധ്യക്ഷൻ 9 കൊല്ലം കൊണ്ട് അവിടുത്തെ TRSനെ, ഇപ്പോഴത്തെ BRS ഭാരത് രാഷ്ട്ര സമിതിയെ നിലംപരിശാക്കിക്കൊണ്ടാണ് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം എന്നത് ക്രിയാത്മകമായി BJP ആണെങ്കിലും ഈ അടുത്തൊന്നും BJP അവിടെ വരാൻ സാധ്യതയില്ല. രേവന്ത് റെഡ്ഡിയുടെ ഒരു മാജിക്കൽ മൂവ്മെൻ്റാണ് തെലങ്കാനയിൽ ഉടനീളം കാണുന്നത്. അദ്ദേഹം എല്ലാ മതവിഭാഗക്കാരെയും എല്ലാ പാർട്ടികളെയും കൃത്യമായി സംയോജിപ്പിച്ചുകൊണ്ട് പൊതു ആവശ്യങ്ങൾക്ക് പൊതു പരിപാടികൾക്ക് ഒപ്പം നിർത്തുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മികച്ച സംഘാടന മികവ് എന്നത്. അതാണ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും ഒക്കെ അഭിനന്ദിക്കുന്ന പ്രധാന കാര്യം.